നമസ്കാരം. കേരളത്തിന്റെ വികസന ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും വൻ ചർച്ചകൾക്ക് വഴിമാറിയ തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി റദ്ദാക്കി. ജനകീയ പ്രതിഷേധങ്ങൾക്കും നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറപ്പെടുവിച്ച എല്ലാവിധ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങളും റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. ജനങ്ങളെ ഏറെ ആശങ്കയിലാഴ്ത്തിയ അതിർത്തി നിർണായക മഞ്ഞക്കുട്ടികൾ അടിയന്തരമായി നീക്കം ചെയ്യുവാൻ റവന്യൂ വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം റെയിൽ സമരങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് കേസുകൾ പിൻവലിക്കുവാനുള്ള ശുപാർശയും സർക്കാർ സമർപ്പിച്ചു. കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്നും പരിസ്ഥിതിക്ക് വൻ ആഘാതം സൃഷ്ടിക്കുമെന്നും ആരോപിച്ച ജനങ്ങൾ തെരുവിലിറങ്ങിയ സിൽവർ ലൈൻ പദ്ധതിക്കാണ് ഒടുവിൽ പൂർണ്ണ വിരാമമാകുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ചേർന്ന സുപ്രധാന മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതി പാടി ഉപേക്ഷിക്കുവാനുള്ള ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത്. പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകേണ്ടി വരുമായിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശങ്കകൾക്ക് ഇതോടെ അറുതിയായി. 2020 മുതൽ ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാപനങ്ങളും ഉത്തരവുകളും പൂർണ്ണമായും റദ്ദാക്കുവാൻ മന്ത്രിസഭാ റവന്യൂ വകുപ്പിന് അനുമതി നൽകി. പദ്ധതിയുടെ ഭാഗമായി ജനങ്ങളുടെ പുരയിടങ്ങളിലും വയലുകളിലും സ്ഥാപിച്ച മഞ്ഞ സർവേ കല്ലുകൾ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. വസ്തു കൈമാറ്റത്തിനോ പണയം വയ്ക്കുവാനോ കഴിയാതെ ജനങ്ങൾ ദുരിതത്തിലായ സാഹചര്യത്തിലാണ് ഈ മഞ്ഞക്കുട്ടികൾ അടിയന്തരമായി പിഴുതുമാറ്റുവാൻ റവന്യൂ അധികാരികൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയത്. കൂടാതെ ജനകീയ സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസ് കേസിൽ അകപ്പെട്ട നിരപരാധികളായ നാട്ടുകാർക്ക് വലിയൊരു ആശ്വാസവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത മുഴുവൻ പോലീസ് കേസുകളും നിയമപരമായ നടപടികളുടെ പിൻവലിക്കുവാനുള്ള ശുപാർശ ആഭ്യന്തര വകുപ്പ് ഉടൻ സമർപ്പിക്കും. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നിനാണ് സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിലൂടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. ജനവികാരം മാനിച്ചുകൊണ്ട് വിജ്ഞാപനങ്ങൾ റദ്ദാക്കാനും കേസുകൾ പിൻവലിക്കാനുമുള്ള സർക്കാർ തീരുമാനം സമരസമിതിയും പൊതുജനങ്ങളും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കല്ലുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിക്കും. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും പ്രസ്റ്റീജ് പ്രോജക്ടുകളിൽ ഒന്നായിരുന്നു സിൽവർ ലൈൻ പദ്ധതിയാണ് ഈ പുതിയ UDF സർക്കാർ അധികാരമേറ്റ ദിവസങ്ങൾക്കകം തച്ചുടച്ചിരിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷമുള്ള ഈ ആദ്യ സുപ്രധാന നീക്കം കേവലം ഒരു ഭരണപരമായ തീരുമാനം മാത്രമല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാന ആയുധമാക്കിയതും കേരളത്തിനെതിരെയുള്ള ജനവികാരമായിരുന്നു. പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിനും സാമ്പത്തിക ദൂർത്തിനുമെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണിതെന്നാണ് പുതിയ ഭരണപക്ഷത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ നയങ്ങളെ തിരുത്തിക്കൊണ്ട് തങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുവാനാണ് വി.ഡി. സതീശൻ സർക്കാർ ശ്രമിക്കുന്നത്. ഭൂമി നഷ്ടപ്പെടുമായിരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഈ തീരുമാനം വലിയ ആശ്വാസമാണ് പകർന്നത്. തങ്ങളുടെ നെൽവയലുകളും വീടുകളും സംരക്ഷിക്കപ്പെട്ടതിൽ അവർ സർക്കാരിന് നന്ദി പറയുകയാണ്. എന്നാൽ രാഷ്ട്രീയ പ്രത്യാക്രമണം എന്നതിനപ്പുറം വലിയൊരു വികസന പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടത് കേരളത്തിന്റെ ദീർഘകാല യാത്രാ ആവശ്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഒരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയെ രാഷ്ട്രീയമായി തകർക്കുമ്പോൾ അതിനു ബദലായി പരിസ്ഥിതി സൗഹാർദ്ദപരമായ എന്ത് വികസനമാണ് പുതിയ സർക്കാർ കൊണ്ടുവരികയെന്നാണ് ഇനി ജനങ്ങൾ ഉറ്റുനോക്കുന്നത്.